ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, യോഗി ആദിത്യനാഥ് ലെവൽ വേറെയുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും അമിത്ഷായെയും ഒന്നും ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് കാക്കാക്കൂട്ടങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയില്ല, പരാജയപ്പെടുത്താനും കഴിയില്ല. അതുകൊണ്ട് ആകെയുള്ളത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ മാത്രമാണ്. അപ്പോ എത്ര തന്നെ ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ശരി, ആ ഭീഷണിയുടെ പുറകെ ആ വ്യക്തിയെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു രീതിയും യോഗിക്കില്ല, മോദിക്കില്ല. കാരണം അവർക്കറിയാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. നമ്മളെ പ്രകോപിതരാക്കുക, അവരിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് അവർക്ക് പോപ്പുലർ ആകണം. ചില ആളുകൾ അങ്ങനെയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങത്തേ ഉള്ളൂ, അപ്പോഴേക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ പിടിച്ചൊന്ന് ചൊറിയും. കാരണം അവരുടെ പേര്, അവരുടെ ഫോട്ടോ, അവരെ സംബന്ധിക്കുന്ന വിഷയം വെച്ചാലേ നമ്മുടെ ചാനലിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കാൻ പറ്റൂ എന്ന് വരുമ്പോൾ അവരങ്ങനെ ചെയ്യും. നമ്മൾ ലൈവിൽ ഇങ്ങനെ വരുമ്പോൾ ലൈവ് ചാറ്റിൽ കുറേ അനാവശ്യമായിട്ടുള്ള അസംബന്ധങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകും. അത് എല്ലാവരെക്കാളുമേറെ നല്ല രൂപത്തിൽ ബോധവാന്മാരാണ് നരേന്ദ്രമോദിയും യോഗിയും. അതുകൊണ്ട് അവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും അതല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടും നിങ്ങൾ ചെയ്യാൻ പോകുന്ന വിഷയത്തെ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞാലൊന്നും ഇവർ രണ്ടുപേരും ഒരിഞ്ച് പോലും അനങ്ങുന്ന ആളുകളല്ല. അവരെന്താണോ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും, ആ വിഷയം വിജയകരമായി പൂർത്തീകരിക്കും. അതുവരെ നമ്മൾ പറയില്ലേ, പട്ടികൾ കിടന്ന് ചിലക്കട്ടെ, ഒട്ടക സംഘം മുന്നോട്ട്. അപ്പൊ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അലോസരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്ന വലിയ ഒരു സന്ദേശം കൂടിയാണ് യോഗിയും മോദിയും ഒരുമിച്ച് സ്വതന്ത്ര ഭാരതത്തിന് നൽകുന്നത്. നമ്മൾ ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ എന്താണ്? നമ്മൾ ആ കർമ്മത്തിൽ വിശ്വസിക്കുക, ആ കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുക. അതിനെ തെറ്റിക്കാനും അതിന്റെ ശ്രദ്ധയിൽ നിന്നും പിന്തിരിപ്പിക്കാനും ആരൊക്കെ തന്നെ കിണഞ്ഞ് പരിശ്രമിച്ചാലും ശരി, നമ്മൾ അതിനകത്ത് വശംവദരാകരുത്. നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് വന്നാൽ തന്നെ അവര് വിജയിച്ചു. മറിച്ച് അവർക്ക് എന്തും വിളിച്ചു പറയാനുള്ള, എന്തും ചെയ്യാനുള്ള അവരുടെ സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ച്, ചിലപ്പോൾ ഒരു ചാനലായിരിക്കും, ചിലപ്പോൾ ഒരു സൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു പേജ് ആയിരിക്കും, ശരി, എത്ര പോകുന്നെന്ന് നമുക്ക് നോക്കാമല്ലോ. അവരാ രൂപത്തിൽ മുന്നോട്ട് പോയിക്കോട്ടെ. എത്ര പൊങ്ങിയാലും ശരി, താഴെ വന്നേ സമ്മാനം കിട്ടൂ എന്നതുപോലെ ആ ഉയരുന്നതിനനുസരിച്ച് താഴ്ചയുടെ ആഘാതം കൂടുമെന്ന് അവർക്ക് പിന്നീട് മനസ്സിലാക്കും. അതുകൊണ്ട് അവരിലേക്ക് ഫോക്കസ് ചെയ്യരുത്. ഇപ്പോ യോഗിയുടെ വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട വൈറലായിട്ട് നിൽക്കുന്ന ഒരു വിഷയം. ഒരൊറ്റ ബുള്ളറ്റിൽ ഒരു കാക്ക കുടുംബത്തെ മുഴുവനും തീർത്തത് അറിഞ്ഞു നമ്മളാരെയും? ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ആ രാജ്യത്തിനൊരു പോറലെങ്കിലും ഉദ്ദേശിക്കുന്ന ഏതു കൊടി കെട്ടിയ തമ്പുരാനാണെങ്കിലും ശരി, അവിടേക്ക് യോഗിയുടെ വെടിയുണ്ട ചീറിപ്പാഞ്ഞെത്തും എന്നതിന് തെളിവാണ് ഇപ്പോൾ ഒരു കാക്ക കുടുംബത്തെ മുഴുവനും നിഷ്പ്രഭമാക്കിയിരിക്കുന്നത്. യോഗി ആദിത്യനാഥിന്റെ പോലീസ് എൻകൗണ്ടറിൽ ആ വമ്പൻ കൊലയാളിയെ തീർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി 9 സുഹേൽ ഗാർഡൻ എന്ന് പറയുന്ന കോളനിയുടെ വീട്ടിൽ നിന്ന് 5 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ആ 5 മൃതദേഹങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൃതദേഹം ഷീറ്റിൽ പൊതിഞ്ഞ് ഇരട്ട കിടക്കയുടെ പെട്ടിയിൽ നിറച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ദമ്പതികളുടേത് ബാഗിലാക്കിയ നിലയിൽ, അതായത് ദമ്പതികളുടെ മൃതദേഹം കൊത്തിയരിഞ്ഞ് ബാഗിലാക്കിയ നിലയിലായിരുന്നു ഉണ്ടായത്. യോഗിയോട് വല്ലാണ്ട് കളിച്ചാൽ ഇല്ലാണ്ടായി പോകും. യോഗിയോട് ഇപ്പം UP-യിൽ നമുക്കറിയാം ആരൊക്കെ തന്നെ ചലഞ്ച് ചെയ്തു. അതിനും MP ആയിരുന്നാലും മന്ത്രിയായിരുന്നാലും ശരി, പ്രസ് മീറ്റ് നടത്തുന്നതിനിടയിലാണ് ഒരു MP-യുടെ തലയ്ക്കകത്തൂടി ഓട്ട ചീറിപ്പാഞ്ഞ പുറത്തു പോയതൊരുണ്ട. ഒരുണ്ട ചീറിപ്പാഞ്ഞ് തലയ്ക്ക് ഓട്ടയിട്ട് പുറത്തു പോയത്. ഭയമില്ല. സ്ത്രീകളെയും കുട്ടികളെയും രാജ്യത്തെയും ആരക്രമിക്കാൻ ശ്രമിച്ചാലും ശരി, അവനിനെയും ഏത് തന്നെ പഴുതുകൾ ഉണ്ടാക്കി ഒളിച്ചാലും അവിടെ തക്ഷകന്റെ രൂപത്തിൽ അവതരിക്കും യോഗി ആദിത്യനാഥ്.
കൊലയാളികൾ 5 പേരെയും ഈ കൊലപാതക 5 പേരെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിക്കുകയും കല്ല് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് ഇവരുടെ ശരീരത്തെ കഷ്ണമാക്കി മുറിക്കുകയും തലയിറക്കുകയും ചെയ്തു. പിന്നീട് എപ്പോഴെങ്കിലും മൃതദേഹം വീട്ടിൽ പുറത്തു കൊണ്ടുപോയി ഏതെങ്കിലും ഭാഗത്ത് ഡിസ്പോസ് ചെയ്യാനായിരുന്നു കൊലയാളിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകം ആ ഒരു പരമ്പര നാട്ടുകാർ അറിയുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മീററ്റിലെ കുടുംബ കൊലപാതകങ്ങളെ കുറിച്ച് ഉത്തർപ്രദേശ് മാധ്യമങ്ങൾ ഇത്രയും കാലം ഘോരം ചർച്ച നടത്തി. അതിലെ കൊലപാതകയായിട്ടുള്ള നയീം ബാബയെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് എൻകൗണ്ടറിലൂടെ ഓരോ കുടുംബങ്ങളിലേക്കും കയറി മറ്റുള്ളവർ ഭയപ്പെടുന്ന രൂപത്തിൽ ഭയാനകമായി ആ കുടുംബത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ ആളുകളെയും മറ്റുള്ളവർ ഭയപ്പെടുന്ന രൂപത്തിൽ ഇല്ലാതാക്കുന്നതായിരുന്നു ഈ ബാബയുടെ രീതി. ബാബ വിചാരിച്ചു ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല. കാരണം ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് ബാബ ഈ കൃത്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. പക്ഷേ തെളിവുകൾ കണ്ടെത്താൻ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ പോലീസിന് ഒരു നിശ്ചിത സമയം നൽകി. അതിനേക്കാൾ 1-2 മണിക്കൂർ നേരത്തെ തെളിവ് മാത്രമല്ല, ആളുടെ തല കൂടി യോഗിയുടെ കാൽ കീഴിൽ കൊണ്ടുവച്ച് യോഗിയുടെ പോലീസ് കൊന്നുതള്ളിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇയാൾ ഒളിവിലായിരുന്നു. ഇയാളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ആൾക്കാർക്ക് 50,000 രൂപ പാരിതോഷികം നൽകാമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ജനുവരി 9 ഉത്തർപ്രദേശിലെ മീററ്റിൽ 5 കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ ഈ വിഷയം ഉണ്ടാകുന്നത്. ശനിയാഴ്ച പ്രാദേശിക പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. രണ്ടാം അച്ഛനെയും ഭാര്യയും അവരുടെ പ്രായപൂർത്തിയാകാത്ത 3 മക്കളെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾക്ക് ഇപ്പോൾ പോലീസ് ഇയാളെ എൻകൗണ്ടർ ചെയ്ത് കൊന്നിരിക്കുന്നത്. കൊത്തുപണിക്കാരനായ മോയിൻ 32 വയസ്സ്, ഭാര്യ ആസ്മാൻ, മക്കളായ അക്സ, അസീസ, അലൈപാസ എന്നിവരാണ് മരിച്ചത് ഇയാളുടെ ക്രൂരമായ കരങ്ങൾ കൊണ്ട്. എന്തായാലും പോലീസ് വെടിവെപ്പിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രഹസ്യവിവരത്തെ തുടർന്ന് മീററ്റിലെ സുഹൈൽ ഗാർഡനിൽ പോലീസുകാർ ഇയാളെ ഉണ്ടെന്നറിഞ്ഞ് പോലീസുകാർ ഇയാളെ വളഞ്ഞിരുന്നു. ഒരു പോലീസ് സംഘം ഇയാളെ കണ്ടെത്തി. അയാൾ തങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത്. അതേസമയം എൻകൗണ്ടറുകളിൽ എല്ലാം പോലീസുകാർ പറയുന്നത് ഞങ്ങളെ ആക്രമിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്കും ആക്രമിക്കേണ്ടി വന്നു എന്നാണ്. സമാനമായ രീതിയിൽ അവിടെയുള്ള കുറ്റവാളിയുടെ കയ്യിൽ പിസ്റ്റൽ ഉണ്ടായിരുന്നു. പിസ്റ്റൽ വെച്ച് അയാൾ ഞങ്ങളെ ആക്രമിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് അയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു എന്നാണ് പോലീസ് പറയുന്നത്. അയാൾക്ക് നേരെ ഒരുപാട് തവണ വെടിയുതിർക്കുന്ന പോലീസ് നയീം ബാബയ്ക്ക് നേരെ അതിലൊരു ബുള്ളറ്റ് ഇയാളുടെ നെറ്റിയിൽ തുളച്ചു കയറിയാണ് ഇയാൾ മരണപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇയാളുടെ മരണം സംഭവിച്ചതായി പോലീസ് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ആ ഡോക്ടർമാരാണ് ഈ കാര്യവും പറഞ്ഞത്. നെറ്റിയിൽ തുളച്ചു കയറിയ ഒരു ബുള്ളറ്റാണ് ഇയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മീററ്റിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിപിൻ സാഡയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മീററ്റിലെ കൊലപാതകങ്ങൾക്ക് പുറമെ പിടിച്ചുപറി, മോഷണം, ബലാത്സംഗം, പോരാത്തതിന് കൊള്ള എന്നിങ്ങനെയുള്ള സംഭവങ്ങൾക്കും ഈ നയീം ബാബയെ ഡൽഹിയിലും മഹാരാഷ്ട്രയിലുമുള്ള പോലീസ് തിരയുന്നുണ്ടായിരുന്നു. എന്തായാലും ഡൽഹിയിലെ പോലീസിന് ഇയാളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. മഹാരാഷ്ട്രയിലെ പോലീസിന് ഇയാളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. രാജസ്ഥാനിലെ പോലീസ് ഇയാൾക്ക് വേണ്ടി SSP 8 പോലീസ് സംഘങ്ങളെ രൂപീകരിക്കുകയും ഇയാളെ കണ്ടുപിടിക്കാനുള്ള നീക്കങ്ങൾക്കായി വലിയ രീതിയിൽ ഇയാൾക്കായി വല വിരിക്കുകയും ചെയ്തു. എന്നിട്ടും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഉത്തരാഖണ്ഡിൽ എന്നിവിടെയുള്ള പോലീസുകാർക്കും ഇയാളെ കണ്ടെത്താനായി സാധിച്ചില്ല. അവിടെയെല്ലാം ഇയാൾക്ക് വേണ്ടി റെയ്ഡുകൾ നടന്നിരുന്നു എന്ന റിപ്പോർട്ട് വന്നിരുന്നു. അതേസമയം ഉത്തർപ്രദേശിന്റെ പോലീസിനും ഇയാളെ എല്ലാ സംസ്ഥാനങ്ങളെയും വെട്ടിച്ച് രക്ഷപ്പെട്ടതുപോലെ UPയിൽ യോഗിയുടെ പോലീസിനെയും തട്ടിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച നയീം ബാബയുടെ നെറ്റിയിലൂടെ ഓട്ട വീഴുകയാണ് ചെയ്തത്. അപ്പോ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ഒരുപാട് കുടുംബങ്ങളുടെ ജീവൻ എടുത്ത, ഈ രാജ്യത്തെ മുഴുവനും നടുക്കിയ സീരിയൽ കില്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നയീം ബാബയും തീർന്നിരിക്കുന്നു. അതിനെ യോഗിയാണ് അയാളെ വീഴ്ത്തിയിരിക്കുന്നത് എന്ന ഒരുപാട് പ്രത്യേകതകൾ ഈ വിഷയത്തിനുണ്ട്. കാരണം ഡൽഹി പോലീസ് പല സന്ദർഭങ്ങളിലായി റെയ്ഡ് നടത്തി വല വിരിച്ചു. മഹാരാഷ്ട്ര പോലീസ് അതുപോലെ തന്നെ, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഇവരെല്ലാവരും ഇയാളെ പിടിക്കുന്നതിൽ നിന്നും പരാജയപ്പെട്ടപ്പോൾ യോഗിക്ക് ഇതൊരു കോമ്പറ്റീഷനാണ്, യോഗിക്ക് ഇതൊരു ചലഞ്ചാണ്. യോഗിക്ക് അയാളെ പിടിച്ചേ കഴിയുമായിരുന്നുള്ളൂ. അയാളുടെ കഷ്ടകാലമാണോ, രാജ്യത്തിന്റെ നല്ല കാലമാണോ, യോഗിയുടെ സമയം തെളിഞ്ഞത് കൊണ്ടാണോ, എന്ത് തന്നെയായിരുന്നാലും ശരി, ഇയാൾ UPയിലേക്ക് കയറിയത് മാത്രമേ ഇയാൾക്ക് ഓർമ്മയുള്ളൂ. തീർന്നു. നന്ദി.